ഇനി അടുത്ത ഭാഗം ഹെഡിങ് കണ്ടല്ലോ റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ ഇത് വേറൊരു സെക്ഷൻ തന്നെയാണ് കേട്ടോ. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് റിഫ്രാക്ഷൻ്റെ ടോപ്പിക്സ്, പേടിക്കേണ്ട കാര്യമില്ല. ഇത് പിന്നെ മെസ്സേജ് വന്നു പോട്ടെ തുടങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ എന്താ പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ. സോ വാട്ട് ഡു യു മീൻ ബൈ റിഫ്രാക്ഷൻ? നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ റിഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കിത് പഠിച്ചിട്ടുണ്ട്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് എന്ത് റിഫ്രാക്ഷൻ. നമ്മൾ റിഫ്ലക്ഷനെ പറ്റിയിട്ട് രണ്ട് കേസസ് പറഞ്ഞു അല്ലേ. പ്ലെയിൻ മിററിൻ്റെ കേസും പഠിച്ചു, സ്ഫെറിക്കൽ മിററിൻ്റെ കേസ് പഠിച്ചു അല്ലേ. അപ്പോൾ മിറേഴ്സിൻ്റെ സെക്ഷൻ്റെ എല്ലാ സെക്ഷനും നമ്മൾക്ക് പൊതുവേ ഒരു മോർ ദാൻ ഇനഫ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റിഫ്ലക്ഷനാണ് അല്ലേ. ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റിഫ്രാക്ഷൻ എന്താണ്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു ലൈറ്റ് റേ ഉണ്ടെന്ന് വിചാരിക്കും, ആൻഡ് ഇറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. റൈറ്റ്, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ സഞ്ചരിക്കുമ്പോൾ രണ്ടും ഒരേ ടൈപ്പ് മീഡിയം ആവരുത് കേട്ടോ. ഒരു മീഡിയം ഒരു ടൈപ്പിലാണെങ്കിൽ മറ്റേ മീഡിയം വേറെ ടൈപ്പിലായിരിക്കും. അങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന റേയിന് ഒരു ഡീവിയേഷൻ വരികയാണ് അതിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ പാത്തിൽ നിന്ന്. Right, a deviation of its from its actual path, or I can say bending of light rays when the light is passing from one medium to another. Right, clear ആവുന്നതായിരിക്കും. That is known as refraction. അപ്പോൾ റിഫ്രാക്ഷൻ്റെ പ്രോപ്പർ ഡെഫിനേഷൻ എന്താ? The property of light rays when it is moving from the property of the light rays to bend while moving from one medium to another is known as refraction. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ല. അപ്പോൾ ഇത് ടി ആണെന്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അല്ലെങ്കിൽ നമുക്ക് ടി അല്ലെങ്കിൽ ഐ മാറ്റാം കേട്ടോ, ഐ എന്ന് ഇടാം. അങ്ങനെയല്ല നമ്മൾ പിടിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ സാധാരണ ഇങ്ങനെയാണ് അത് പോകേണ്ടത് അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആവുകയാണ്. റൈറ്റ്, അതായത് ഇൻസിഡൻസിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ ആവില്ല കേട്ടല്ലോ. ദിസ് ഇസ് നോൺ ആസ് വാട്ട്? റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷനെ പറ്റിയിട്ട് പൂർണ്ണമായി ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു ക്വാണ്ടിറ്റീനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഈസ് നോൺ ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ ആവുണ്ടോ? ഇത് നമ്മൾ 10 മ്യൂന്ന് ചില സമയത്ത് കാണാം, എൻ എന്നായിരിക്കും ചില സമയത്ത്. എന്നിട്ട് നമുക്ക് NCERT ടെക്സ്റ്റ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മ്യൂ ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എൻ. പക്ഷേ ഞാൻ പഠിപ്പിക്കുക എൻ ആയിട്ടാണ്. And what is refractive index n? It is the ratio of velocity of light in air by velocity of light in medium. ക്ലിയർ ആവുണ്ടോ? ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഇപ്പോൾ ഇതാണ് എൻ്റെ മീഡിയം എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിക്കും. മീഡിയം നമുക്ക് മനസ്സിലാക്കാം ഗ്ലാസ്, അല്ലെങ്കിൽ ഇത് ഏറ്റവും നല്ല വാട്ടറാണ്. നിങ്ങൾ ഗ്ലാസ്സിനെ കേൾക്കാൻ നല്ലത് വാട്ടറാണ്. ഇത് എയറാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് റേ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എയറിൽ പോകുമ്പോൾ ആ ലൈറ്റ് റേന് ഒരു വെലോസിറ്റി ആയിരിക്കും. റൈറ്റ്, ദാറ്റ് ഇസ് നോൺ ആസ് സി. എന്നാൽ ഈ ലൈറ്റ് റേ ഗ്ലാസ്സിൽ കൂടെ അല്ലെങ്കിൽ വാട്ടറിൽ കൂടെ പോകുമ്പോൾ അത്ര സ്പീഡ് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ആ ലൈറ്റ് റേന് വാട്ടറിലുണ്ടാവുന്ന സ്പീഡിനെയാണ് എന്താ പറയുന്നത്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, എളുപ്പമല്ലേ? റൈറ്റ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. കിട്ടിയോ അല്ലേ? മനസ്സിലായിരിക്കുന്ന സിമ്പിളല്ലേ ഡെഫിനിഷൻ. ഇനി അതേ മെറ്റീരിയൽ നമ്മൾ ഇപ്പോൾ കേസ് മനസ്സിലായല്ലോ. റൈറ്റ്, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നോർമൽ അതിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റൈറ്റ്, അപ്പോൾ നോർമലിൽ നിന്ന് എങ്ങനെയും ബെൻഡ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ പറയാം എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. അപ്പോൾ ഡീവിയേഷൻ വന്നു അല്ലേ. ക്ലിയർ? സോ ആ ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ക്ലിയർ ആവുന്നത് ഞാനിരിക്കുന്നു. റൈറ്റ്, എപ്പോഴും കമ്പാരറ്റീവ് ആണ്. റൈറ്റ്, ആർ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ദ ആംഗിൾ വിച്ച് ഇസ് മെയ്ഡ് ബൈ ദ ബെൻഡിങ് റേ വിത്ത് ദ നോർമൽ. റൈറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ NW എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ. അതാണ് നമ്മൾ സി എന്ന് എഴുതാം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ക്ലിയർ ആവുണ്ടോ? സിമ്പിളല്ലേ? ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണോ? ഇനി
നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറയാം. എളുപ്പമുള്ളൊരു ഇക്വേഷൻ ആവണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ എഴുതാം. n=c പകരം ഇങ്ങനെ എഴുതിയ വെലോസിറ്റി ഇൻ എയറിന് നമുക്ക് VA എന്ന് എഴുതാം, വെലോസിറ്റി ഇൻ മീഡിയത്തിന് നമുക്ക് VM എന്ന് എഴുതാം. ഇങ്ങനെയായാലും പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെലോസിറ്റി ഇൻ എയർ എല്ലാവർക്കും അറിയാം C ആണെന്ന്, 3 × 10⁸ അല്ലേ. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം കേട്ടോ. ഇനി ഗ്ലാസിൻ്റെ ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണെന്ന് പറയാമെന്ന് വിചാരിച്ചോ. അതിൻ്റെ അർത്ഥം എന്താ? വെലോസിറ്റി ഓഫ് എയർ ഇസ് ഈക്വൽ ടു ട്വൈസ് ദ വെലോസിറ്റി ഓഫ് മീഡിയം. അതായത് ആ ലൈറ്റിന് എയറിന് സുഖമായിട്ട് സഞ്ചരിക്കുക. എത്ര സഞ്ചാരം? മീഡിയത്തിൽ സഞ്ചരിക്കുന്ന സ്പീഡിനേക്കാളും ഡബിൾ. ഇതാണ് എൻ്റെ അർത്ഥം. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. നാ ഇപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെറ്റ്സ് 1.5 ആണെന്ന് വിചാരിച്ചു. അതേമാതിരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസ്റ്റൻ്റ് ഒരു വാല്യൂ ആണ്. ഗ്ലാസിൻ്റെ അറിയണമെന്നില്ല കേട്ടോ, അത് തരും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ അത് 1 ആണ്. സ്റ്റാൻഡേർഡായിട്ട് എടുത്താൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇസ് 1. ഗ്ലാസിൻ്റെ സാധാരണഗതിയിൽ നമുക്ക് 3/2 അല്ലെങ്കിൽ 1.5 തരാറുണ്ട് കേട്ടോ. പക്ഷേ അത് കോമൺ തിങ് ആണ്, അത് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. കിട്ടിയോ? ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഇതിൻ്റെ സബ് ടോപ്പിക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സബ് ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് എങ്ങനെ ബെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അറിയില്ലേ, ദാറ്റ് ഇസ് നോൺ ആസ് ബെൻഡിങ് ഓഫ് ലൈറ്റിലെ സെക്ഷനാണ് കേട്ടോ എടുക്കാൻ പോകണം. ആ വര വരച്ചിട്ടുള്ള സർഫസാണ് ഇത്. റെയർ ഡെൻസിലാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ നോർമൽ പാസിങ്. ഇൻസ്റ്റൻറ്റ് റെയറിൽ നിന്ന് ഡെൻസിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കുറയുക ചെയ്യാം അല്ലേ. അതായത് ഇത് ബൈ ഹാർട്ട് ചെയ്തെടുക്കുക. സോ N2 ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹയർ ആയിരിക്കും. റൈറ്റ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് if it is higher or if the light is moving from denser to medium, right, the light ray or which is after refraction will move towards normal. It's a rarer to dense light ray moves towards the normal. ഇങ്ങനെയാണ് ശരിക്കും പോകേണ്ടിയിരുന്നത്. അങ്ങനെ പോകാതെ അത് ടുവേർഡ്സ് ദ നോർമലായിട്ടാണ് ബെൻഡ് ചെയ്യുക. ക്ലിയർ ആയ? ഇനി അടുത്ത സിനാരിയോ എടുക്കുക. ഇതേമാതിരി ഒരു സർഫസ് എടുക്കുകയാണ്, റിഫ്രാക്റ്റീവ് സർഫസ് എടുക്കുകയാണ്. ഇതാണ് നോർമൽ. ക്ലിയർ ആയ? ഡോട്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വരച്ചിട്ട് റബ്ബർ കൊണ്ട് മാറ്റാം. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഡെൻസും ഇത് റെയറും ആണെന്ന് വിചാരിക്കുക. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ N1 ഇത് N2. അപ്പോൾ എന്താണ്? N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. N1ൻ്റെ അതായത് ഡെൻസർ മീഡിയൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെയറർ മീഡിയത്തിനേക്കാളും കൂടുതലാണ് അല്ലേ. അപ്പോൾ N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ സ്പീഡ് അല്ലേ കൂടുതൽ സുഖസുന്ദരമായിട്ട് നമുക്ക് റെയറർ മീഡിയത്തിൽ സഞ്ചരിക്കാൻ പറ്റും. സോ അങ്ങനെ ആലോചിച്ചാൽ മതി. സോ പാത്ത് നിന്ന് അവേ ഫ്രം നോർമലായിട്ടാണ് പോകേണ്ടത്. ഇതാണ് ശരിക്കും വരച്ചത് അല്ലേ. സോ ദിസ് is known as refraction. That is when the light ray is moving from denser to rare, the light ray moves away from the normal. In the case of when it is moving from rare to dense medium, light ray moves towards the normal. ഇത് രണ്ടും പക്ക അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. റെയർ ടു ഡെൻസ് ടുവേർഡ്സ് നോർമൽ, ഡെൻസ് ടു റെയർ അവേ ഫ്രം നോർമൽ. ക്ലിയർ ആയ? ഇനി വേറൊരു സിനാരിയും കൂടി നമുക്ക് ആലോചിച്ച് വയ്ക്കാം. റൈറ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ സർഫസ് സ്ട്രേറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ നേരെ തന്നെയാണ് എന്ത് ഇൻസിഡൻ്റ് ആയത്. അതായത് നോർമലും ഇൻസിഡൻ്റ് ആംഗിളും തമ്മിൽ ആംഗിളൊന്നുമില്ല. അതായത് ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേവും നോർമലും തമ്മിൽ എന്താ 0 ആംഗിളാണെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ റെയർ ആയാലും ഡെൻസ് ആയാലും ഇവിടെ എന്ത് സിനാറിയോ ആയാലും വന്ന പാട് തിരിച്ചു തന്നെ പോകും. അതായത് ഏത് പാത്ത് കൂടെയാണോ വന്ന് അതേ പാത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ട്രാവൽസ് ബാക്ക്. അതായത് നോർമൽ ഇൻസിഡൻസിൽ നോ ബെൻഡിങ് ഓഫ് ലൈറ്റ്. ക്ലിയർ ആവുണ്ടാ? വെൻ ദർ ഇസ് എ നോർമൽ ഇൻസിഡൻസ് ഫോർ എനി റെയർ ഓർ ഡെൻസ് എവിടെയെങ്കിലും ആയാലും. ക്ലിയർ? റൈറ്റ്. ഇനി ഈ രണ്ട് മീഡിയം, ഇപ്പോൾ ഡെൻസും റെയറും മീഡിയം എടുത്തില്ല. അപ്പോൾ നമുക്ക് അതേമാതിരി ചിന്തിച്ച് നോക്കിയാലോ. സപ്പോസ് നമുക്ക് ഒരു മീഡിയം ഉണ്ട്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആണെങ്കിൽ N1 ആണെങ്കിൽ അതെന്തിനാ ഇസ് ഈക്വൽ ടു C/V1 എന്ന് എഴുതാം. C ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ, V1 is the velocity of light in that medium 1. N2 refractive index of medium 2 ആണെങ്കിൽ I can write it as C/V2, that is velocity of light in air by velocity of light in the medium 2 അല്ലേ. ഒന്ന് റേഷ്യോ എന്ന് കണ്ടുപിടിച്ചേ. N2/N1 ചെയ്ത് നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു V1/V2. ഇതൊരു ടബേലിട്ട് നോക്കി. അതായത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. എത്രത്തോളം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടണോ അത്രത്തോളം വെലോസിറ്റി കുറഞ്ഞു വരും.
ഇത് മനസ്സിലായ ഒരു മീഡിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ പേര് പറയാം. N2/N1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1. അതിനെനിക്ക് ഇങ്ങനെ എഴുതാം, N21 എന്ന് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. രണ്ട് വേസിൽ കാണാറുണ്ട്. ബോത്ത് ആർ കറക്റ്റ്, റൈറ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1. അപ്പോൾ N2/N1 എന്നാണ് നിങ്ങൾ റേഷ്യോയിൽ കണ്ടത്. ഇതിന് 1N3ൻ്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 3 വിത്ത് റെസ്പെക്ട് ടു 1. ഇതാണ് ഇത് എഴുതുന്നതിൻ്റെ അർത്ഥം. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. ഇനി ഇതിന് വെലോസിറ്റീൻ്റെ ടേംസ് നമുക്ക് മനസ്സിലായില്ലേ. വാട്ടറിൻ്റെയും ഗ്ലാസിൻ്റെ ടേംസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? താഴെയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ, ഇതാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആവുണ്ടോ? ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയാലും അത് തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. സമജ്മയായ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെലോസിറ്റിയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം വെലോസിറ്റി എന്താ? വെലോസിറ്റി എങ്ങനെയാണ് നമ്മുടെ വേവ് ലെങ്ത്തുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ? വെലോസിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്ത്. അപ്പോൾ എത്ര സ്പീഡിൽ, അതായത് അപ്പോൾ നമ്മൾക്ക് ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ പറഞ്ഞോട്ടെ N2/N1 എന്ന് പറഞ്ഞാൽ V1/V2. അപ്പോൾ അവിടെ എന്തോ എഴുതാം, λ1/λ2. ഇതൊക്കെ റിലേഷൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. റൈറ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് second medium by first medium is equal to velocity of first medium by velocity of air in first medium by velocity of light in second medium is equal to wavelength of light in the first medium by wavelength of second light in the medium. റൈറ്റ്. അതിൻ്റെ അമ്മച്ചി പവർട്ടടി പറഞ്ഞതാ. ഇനി നിങ്ങൾക്ക് ഇനി എഴുതണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഇതിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആൻഡ് വാട്ടർ ആണെങ്കിൽ, റൈറ്റ്. ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഇതിലത്തെ കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതിക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ആദ്യത്തത് നിങ്ങൾ അങ്ങനെ പഠിക്കരുത് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വെലോസിറ്റി എന്നുള്ളത് തെറ്റാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് വരെ പഠിക്കാൻ കേട്ടുള്ള. റൈറ്റ്. കുറേ പിള്ളേർ അങ്ങനെ എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെലോസിറ്റീവിന് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുള്ള കാരണമാണ് കേട്ടോ. അത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ഓക്കെ, റൈറ്റ്. നൗ നമുക്ക് നെക്സ്റ്റ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ് പഠിക്കേണ്ടത്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഹെഡിങ് ഇങ്ങനെ ഇതിൽ എഴുതിയിടില്ല, പക്ഷേ വെൻ യു ലിസൺ യു ഗൈസ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ദ ഹെഡിങ്. ജസ്റ്റ് ലിസൺ ടു വാട്ട് ഐ എം ടെല്ലിങ്, റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്നാണ്. അതിൽ ഫസ്റ്റ് ലോ ഒക്കെ നിങ്ങൾ അറിയണതാണ്. എന്താ? ഇൻസിഡൻറ്റ് റേ, നോർമൽ റേ, റിഫ്രാക്റ്റഡ് റേ ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. അല്ലേ? രണ്ട് ലോസ് ആണുള്ളത്. ആദ്യത്തത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാവുന്നതാണ്. എന്താണ്? ഇൻസിഡൻറ്റ് റേ, പിന്നെ നോർമൽ, പിന്നെ റിഫ്രാക്റ്റഡ് റേ. ഇതെല്ലാതും പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ എല്ലാതും ഒരേ പ്ലെയിനിൽ തന്നെ കിടക്കുന്ന വസ്തുക്കളാണ്. സെക്കൻഡ് ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് നോൺ ആസ് സ്നെൽസ് ലോ. ഓർമ്മ ഉണ്ടോ സ്നെൽസ് ലോ? ഇത് പഠിക്കാൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിയട്ടെ. റൈറ്റ്. സോ സ്നെൽസ് ലോ, ഹൗ വുഡ് യു സേ? അപ്പോൾ നമുക്കത് ഡെറിവേഷൻ വരെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു മീഡിയം വേണ്ട. റിഫ്രാക്റ്റിംഗ് സർഫസ് വെച്ചു. ഇതെൻ്റെ നോർമലാണ് കേട്ടോ, നേരെ വരച്ചത്. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരിക. ഇൻസിഡൻറ്റ് റേ മേക്സ് എൻ ആംഗിൾ I which is known as angle of incidence. Let's say N1, this is N2, right? Let's say N2 is greater than N1. അതായത് N2 മീഡിയം, അതായത് എന്താ, രണ്ടാമത്തെ മീഡിയം ഡെൻസർ ആണ്. സോ മൂവിങ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം. അപ്പോൾ റെയറർ ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ റിഫ്രാക്റ്റഡ് റേ. അല്ല, എങ്ങനെയാണ് പോകേണ്ടിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. ഈ ഡെൽറ്റ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അല്ലെ, പോകുന്ന വഴിയിൽ നിന്ന് മാറി ഡീവിയേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് ഡെൽറ്റ. ദാറ്റ് ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മാത്സിന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഈ R+δ എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആവുക. അല്ലേ? നോക്കിയേ, ഫിഗറിൽ നോക്കിയേ. I ഞാൻ എഴുതിയിട്ടില്ല, ബട്ട് ഇറ്റ് ഇസ് നോൺ വിച്ച് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റൈറ്റ്. സോ അത് മനസ്സിലാക്കാം. ഇനി sin I by sin R, ഇതാണ് നമ്മുടെ സ്നെൽസ് ലോ, ഇസ് ഈക്വൽ ടു N2/N1. ഓക്കെ. sin I അതാണ് ഇൻസിഡൻ്റ് ആയിരിക്കുന്നവിടെ. sin I
അത് ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട്. അതങ്ങനെ പഠിക്കുന്നത് സുഖം ഞാൻ എളുപ്പം ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പഠിക്കും. ഇങ്ങനെയാണ് സ്നെൽസ് ലോ. sin I by sin R is a constant and that constant is equal to the ratio of the refractive index. അപ്പോൾ sin I by sin R, sin I എവിടെ നടന്നത് റെയറർ മീഡിയത്തിലാണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ആലോചിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെറിയ ഫോം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ മനസ്സിലായല്ലോ. sin I by sin R is equal to n2 by n1. ഈ n2 n1നെ എനിക്ക് എങ്ങനെയും എഴുതാം, ഓർമ്മ ഉണ്ട്, ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. റൈറ്റ്. ഇനി ആ മുകളിൽ എഴുതിയിരിക്കണം, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് n1 sin I is equal to n2 sin R എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മുടെ ഫിഗർ ഇതാണ്, നമുക്ക് പഠിക്കാം, പ്രോബ്ലംസ് ചെയ്യാൻ ഇതാണ് ഏറ്റവും എളുപ്പം. നോക്കിയാലോ sin I വരുന്ന സൈഡൊന്ന് നോക്കിട്ടാ. അതിൻ്റെ സൈൻ വരുമ്പോൾ അതിൻ്റെ സൈഡിൽ കിടക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ n1. അപ്പോൾ അങ്ങനെ പഠിക്കുകയെ n1 × sin I, ആ സർഫസ് കഴിഞ്ഞില്ലേ, ഈസ് ഈക്വൽ ടു അടുത്ത സർഫസിൽ n2 അവിടെ നടക്കുന്നത് എന്താ റിഫ്രാക്ഷൻ sin R. സോ n1 sin I1 അല്ലെങ്കിൽ sin I ഈസ് ഈക്വൽ ടു n2 sin R. ക്ലിയർ ആയ? സിമ്പിൾ അല്ലേ? റൈറ്റ്. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഈ ഡെൽറ്റേൻ്റെ ഞാനൊന്ന് ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നില്ലേ, ഇതും ഒരു ഇക്വേഷനായിട്ട് എടുത്തു വെച്ചോ അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു I ഈസ് ഈക്വൽ ടു R പ്ലസ് ഡെൽറ്റ എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഐയും ഈ ആംഗിളും സെയിം ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, I മൈനസ് R. ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എഴുതിയിരിക്കട്ടെ കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ CBSE ബോർഡാണ് കേട്ടോ. റിഫ്രാക്ഷൻ്റെ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് CBSE ബോർഡ് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ്. ദിസ് ഈസ് ഓൾസോ ദെയർ ഇൻ യുവർ വാട്ട് നീഡ്. അപ്പോൾ ഇത് CBSE ബോർഡ് ടോപ്പിക്കാണ്, മൊത്തം പഠിച്ചേ പറ്റൂ കേട്ടല്ലോ. ഇനി നമ്മളൊരു പ്രോബ്ലം വരെ ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് സർഫസ് ആണേ, ഇത് വേറെ സർഫസ്. ആ രണ്ട് സർഫസസിനും റെസ്പെക്റ്റീവ് നോർമൽ അങ്ങോട്ട് വരച്ചേ. ഇവിടെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളോട് പറയാം, ഇത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, n2, പുറത്ത് എടുക്കുന്നത് ആദ്യത്തെ മീഡിയം തന്നെ n1 മീഡിയം, n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്. സോറി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ ആംഗിൾ E എഴുതിയിരിക്കുന്നുണ്ടല്ലോ, അത് ആക്ച്വലി തെറ്റായിപ്പോയി. എന്ന് ഉദ്ദേശിക്കുന്നത് എമർജൻസ് ആംഗിളാണ്. റൈറ്റ്. അത് ശരിക്കും ആംഗിൾ മെയ്ഡ് ബൈ ദ ഔട്ട്സൈഡ് റേ വിത്ത് നോർമലാണ്. അതായത് സാധാരണ അതിന് ഇമർജൻറ്റ് റേ എന്നൊന്നും പറയുന്നത്, ഇത് ഇമർജൻറ്റ് റേ ഒക്കെ നമുക്ക് പ്രിസത്തിലാണ് വരുന്നത്. എന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ മാതിരി പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ആംഗിൾ ശരിക്കും ആ പുറത്ത് വന്ന റേ നോർമലുമായിട്ട് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശരിക്കും വരയ്ക്കണേ. റൈറ്റ്. അപ്പോൾ ഈ ആംഗിൾ സപ്പോസ് അല്ല, അത് ഫസ്റ്റ് ബെൻഡിങ്, അതിന് R1 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് റിഫ്രാക്റ്റീവ്, ഇതിൻ്റെ നോർമൽ കണ്ട. അപ്പോൾ എവിടെ വരയ്ക്കണേന്ന് ഓർമ്മ വരുന്നുണ്ടല്ലോ. റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ ഇൻസിഡൻസ് വന്നു. റൈറ്റ്. അതിൽ നിന്ന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വന്നു, ദാറ്റ് ഈസ് R1. ഇനി അത് പോയിട്ട് നെക്സ്റ്റ് സർഫസിൽ പോയി ഇടിച്ചു. അതിൻ്റെ നോർമലുമായിട്ട് നോർമലുമായിട്ട് പുറത്ത് വന്നിട്ടുള്ള, അതായത് n1 അവിടെ പുറത്തേക്ക് വരുന്ന ഒരു ലൈറ്റില്ലേ, അത് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ കേട്ടോ. ഐ എം സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക് ദാറ്റ്. റൈറ്റ്. സോ ഒരു ആറും ഇത് രണ്ട് പാരലൽ അല്ലേ. അപ്പോൾ അവിടുത്തെ ആറും ഈ ആറും സെയിം ആയിരിക്കണം കേട്ടോ. ഐ ഹവ് ചേഞ്ച്ഡ് ഇറ്റ് ഗൈസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതൊന്ന് മാറ്റി പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മുടെ പടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബെൻഡിങ് ടുവേഴ്സ് നോർമൽ, എന്തുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹയർ ആണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഇങ്ങനെ ഫിഗർ തന്നിട്ടുണ്ട്. 6 ഈക്വലൊക്കെ നമുക്ക് എടുക്കാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓർമ്മ സ്നെൽസ് ലോ യൂസ് ചെയ്ത് n1 sin I ഈസ് ഈക്വൽ ടു n2 അവിടെ നടന്നത് എന്താ sin R. സിമ്പിളല്ലേ, അതവിടെ എടുക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സർഫസിലേക്ക് അപ്പം തന്നെ ചാടണം. അടുത്ത സർഫസിൽ എനിക്ക് എന്ത് എഴുതാം, അവിടെ നടക്കണം എന്താ, ആദ്യം n2 എന്നാണ് വരുന്നത് അല്ലേ. n2 അവിടെ നടക്കുന്ന ആംഗിൾ എന്താ, അതായത് നോക്കി ഫസ്റ്റ് സർഫസ് കഴിഞ്ഞ് സെക്കൻഡ് സർഫസിൽ വരുമ്പോൾ ഇതാണ് അവിടുത്തെ ഇൻസിഡൻസ് റേ അല്ലേ. അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ, R ആണ്. അപ്പോൾ n2 sin R അല്ലേ, ഈ ആംഗിൾ n2 sin R ഇസ് ഈക്വൽ ടു, ഇനി എന്താ പുറത്തേക്ക് വന്നു, അവിടെ എന്താ കിടക്കണേ n1 അല്ലേ, അവിടെ കിടക്കുന്ന ആംഗിൾ എന്താ E. അപ്പോൾ n1 sin E. ക്ലിയർ ആയ? റൈറ്റ്. അപ്പോൾ n2 sin R അവിടെ ഇവിടെ ഈക്വൽ അല്ലേ. അപ്പോൾ ഐ ക്യാൻ മേക്ക് n1 sin I ഈസ് ഈക്വൽ ടു n1 sin E ആണോ. ഇനി n1 കട്ട് ചെയ്ത് എനിക്ക് എന്ത് എഴുതാം, sin I ഈക്വൽ ആണെങ്കിൽ എന്താ, ഈയുടെ വാല്യൂ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് തുല്യമാണ്. ക്ലിയർ ആയ? സിമ്പിളല്ലേ.
കേട്ടോ. ഇതൊരു പ്രോബ്ലം ആരെയും ആലോചിച്ചോളൂ, ഇതൊരു തിയറമൊന്നുമല്ല കേട്ടോ. ഐ ജസ്റ്റ് ഗേവ് യു എൻ എക്സാമ്പിൾ, റൈറ്റ്? ഓക്കെ. ഇനി ഒരു കുഞ്ഞ് പ്രോബ്ലം ചെയ്യാം നമുക്ക് റിഫ്രാക്ഷൻ്റെ ബേസിസിൽ കേട്ടോ. എങ്ങനെയാണ് ഇപ്പോൾ ഇതാണ് സർഫസ് കേട്ടോ, ഗ്ലാസ് ആണ്. ഗ്ലാസ് സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഇവിടെ വാട്ടറും 2 സർഫസ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ആവാൻ പോണത് ഇവിടെ നിന്നാണ്, ഗ്ലാസ്സിൽ നിന്ന് വാട്ടർ. നോർമൽ വരച്ച മനസ്സിലായല്ലോ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആയിട്ട് തന്നിട്ടുണ്ട്, വാട്ടറിൻ്റെ 1.33 തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ട പാത അല്ലേ. പക്ഷേ ഗ്ലാസ് ഇസ് ഡെൻസർ ദാൻ വാട്ടർ, സോ വെൻ ഇറ്റ് ഈസ് മൂവിങ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ നോർമൽ അല്ലേ. പോകേണ്ട വഴിയിൽ നിന്ന് ഇനിയും ചെരിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോവുക. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ വാല്യൂസൊക്കെ ഒന്ന് എഴുതിയിട്ട് അവിടെ 1.33, ഗ്ലാസിൻ്റെ എത്രയായിരുന്നു എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ, 3/2. അപ്പോൾ ഇത് N1 ഇത് N2 ആണെന്ന് വിചാരിക്കും. ഇനി എഗെയിൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിഫ്രാക്റ്റീവ് ആംഗിൾ, അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മുടെ N1 സൈൻ, N1ൻ്റെ കൂടെ എന്താ കിടക്കുന്നത്, sin 60 അല്ലേ. അപ്പോൾ sin 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു N2ൻ്റെ കൂടെ കിടക്കേണ്ടത് എന്താ, sin R അല്ലേ. അപ്പോൾ N2 sin R അല്ലേ. ഇനി നോക്കിയേ N1ൻ്റെ വാല്യൂ എത്ര തന്നിട്ടുള്ള മക്കളെ, അത് വാല്യൂസ് എഴുതിക്കോ. sin 60 ഡിഗ്രി √3/2, N2 നമുക്ക് എത്ര 1.33 അല്ലേ. കാൽക്കുലേഷൻ കറക്റ്റായിട്ട് നടത്തണം കേട്ടോ, റൈറ്റ്? ഞാൻ ഒരു ഗസ് വർക്ക് ചെയ്യാൻ പോവാം ഇവിടെ. സോ N1ൻ്റെ സ്ഥലത്ത് യു വിൽ റൈറ്റ് ഇറ്റ് ആസ് 1.5ന് പകരം നിങ്ങൾക്ക് 3/2 എന്ന് എഴുതാം അല്ലേ, അല്ലെങ്കിൽ 1.5 തന്നെ എഴുതിക്കും. ബട്ട് ഇറ്റ് ഇസ് ബെറ്റർ ഫോർ 3/2 അല്ലേ, √3/2 ഇടാം. N2ൻ്റെ അവിടെ 1.33ന് പകരം എനിക്ക് ഫ്രാക്ഷൻ ഇടായിരിക്കും നല്ലത്. ഇഫ് യു നോ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്, നോർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4/3 കേട്ടോ. 4/3 1.33നേക്കാളും നല്ലത് 4/3 ആണ്. പക്ഷേ 4/3 ചെയ്ത് നോക്കി നിങ്ങൾക്ക് 1.33 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. സോ ഇനി കാൽക്കുലേഷൻസൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പുമായിരിക്കും, റൈറ്റ്? 3/4 ഇവിടെ 4/3 എന്ന് എഴുതാം. നല്ല ഭംഗിയില്ലാത്തൊരു ആൻസറാണ് വരിക എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ബിക്കോസ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇടണതാണ്. sin R ഉണ്ട് കേട്ടോ, കേട്ടോ. ഞാൻ വേഗത്തിലിടുക. 9√3/16 ഇസ് ഈക്വൽ ടു sin R എന്ന് കിട്ടും, ഓർ R ഇസ് ഈക്വൽ ടു sin ഇൻവേഴ്സ് 9√3/16. ഞാൻ ഒരു ആംഗിൾ ഇല്ല കേട്ടോ, വെറുതെ ഇട്ട് ഒരു പോണാണ്, നമുക്ക് ബേസിക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ബേസിക് ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻ്റ് ഡെപ്ത്. പേരൊക്കെ വലിയ ബോണ്ടക്കനായി തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന സാധനം തന്നെയാണത്. അതായത് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻ്റ് ഡെപ്ത് ഹെഡിങ് അവിടെ ആയിരിക്കും. എഗെയിൻ റിപ്പീറ്റിംഗ്, ഇതുവരെ ഈ ഒരു 45 മിനിറ്റ്സിൽ എടുത്ത എല്ലാ ടോപ്പിക്സും CBSE ബോർഡ് പെർസ്പെക്റ്റീവിലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആസ് വെൽ ആസ് ഫോർ നീറ്റ് കേട്ടല്ലോ. അപ്പോൾ റിയൽ ഡെപ്ത് അപ്പാരൻ്റ് ഡെപ്ത് എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ ബക്കറ്റ് വെള്ളം എടുക്കാം, അതിലൊരു കോയിൻ ഇടുക. കോയിൻ ഇട്ടതിന് ശേഷം കോയിൻ എന്തെങ്കിലും സാധനം ഇട്, എന്നിട്ട് നിങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമല്ലോ കോയിൻ. അപ്പോൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചൊന്ന് കൈ ആ ബക്കറ്റിലേക്ക് എടുത്തിടുക. എത്തിയെന്ന് തോന്നും, പക്ഷേ കയ്യിൽ കോയിനിലെത്തിയിട്ടുണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ കാണുന്നതിലും താഴ്ചയിലായിരിക്കും നിങ്ങൾക്ക് കോയിനെ കിട്ടുക, റൈറ്റ്? മനസ്സിലാവുണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. അപ്പോൾ ഇതാണ് ബക്കറ്റ്. ഇതിൻ്റെ അടിയിൽ ഞാനൊരു കോയിൻ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ശരിക്കും ഞാനപ്പോൾ കാണുന്ന കോയിൻ അവിടെയാണോ? അല്ല, ഒന്ന് പൊങ്ങിയിട്ടാണ് എനിക്ക് കാണുന്നത് അല്ലേ. അപ്പോൾ കോയിൻ്റെ മാതിരി തന്നെ അല്ല, എക്സാക്റ്റ് അതേ ഷേപ്പിൽ അതേ സൈസിൽ എനിക്ക് ഒരു കാണും അല്ലേ. ഇതൊന്ന് മാറ്റട്ടെ കേട്ടോ. കുഞ്ഞ് റബ്ബറായി കഴിഞ്ഞ സാധനം മായ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? നിങ്ങൾ കുറച്ച് ആ നേരം കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് ഈ റിയൽ അപ്പാരൻ്റ് ഡെപ്ത്, അപ്പോൾ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, റൈറ്റ്? അപ്പോൾ എൻ്റെ ബക്കറ്റിൽ എപ്പോഴും അളവ് നമ്മൾ സർഫസിൽ നിന്നാണ് കേട്ടോ എടുക്കുക, അല്ലാണ്ട് താഴെ നിന്ന് എടുക്കരുത് കേട്ടോ. അത് സ്പെസിഫിക്കലി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത്. ബക്കറ്റ് ഇതിൻ്റെ ഈ ഹൈറ്റ് അല്ലേ, അതായത് ഞാൻ സർഫസിൽ നിന്ന് എടുക്കുന്ന ഹൈറ്റ് ഇതിൻ്റെ കോയിൻ്റെ, അതാണ് ആക്ച്വൽ ഡെപ്ത്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അപ്പാരൻ്റ് ഡെപ്ത്, റൈറ്റ്? എന്നാൽ കോയിനൊന്ന് പൊങ്ങി നിന്നിട്ട് നമുക്ക് കാണില്ലേ, അതിനെയാണ് അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുക. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ കറക്റ്റ് ഒബ്ജക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് എ ലിക്വിഡ് ഓർ സർഫസ് ഓർ എനി സർഫസ് ഈസ് നോൺ ആസ് ദ ആക്ച്വൽ ഡെപ്ത്. Whereas if I see the same object rising from another level, right, and its position from the surface of the medium is known as apparent depth.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡെഫിനേഷൻ വേണമെങ്കിൽ അല്ല, ഇതിൻ്റെ പക്കാ ഡെഫിനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ക്ലിയർ? റൈറ്റ്. പക്ഷേ മെഷറിങ് എവിടെ നിന്നാന്ന് പറഞ്ഞിട്ടില്ല. ക്ലിയർ? പിന്നെയും ഞാൻ പടം വരയ്ക്കണത് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറേ പാഠങ്ങൾ വരയ്ക്കാനുണ്ട് കേട്ടല്ലോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് ഒരു റേ നമ്മളെന്തായാലും നോർമലായിട്ട് വിടും. അപ്പോൾ ആ നോർമൽ ലൈനിലാകുമ്പോൾ അതെന്തായിരിക്കും തിരിച്ചും കിടന്നെ വരും അല്ലേ. സോ 1 ray ഐ എം ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. റൈറ്റ്. എന്നിട്ട് ഇതൊന്ന് ബെൻഡ് ചെയ്താൽ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരണ്ടേ? അതെങ്ങനെയാണ്? ഇവിടെ നിന്ന് ലൈറ്റ് വന്നു എന്ന് വിചാരിക്കുക. ഏത് ഒബ്ജക്റ്റിൽ നിന്നാണ് കേട്ടോ ലൈറ്റ് വരുന്നത്. റൈറ്റ്. ദാറ്റ് ഈസ് ഡെൻസർ ടു റെയറർ മീഡിയത്തിൻ്റെ കേസാണ് ഇത് മൊത്തം കേട്ടോ. റൈറ്റ്. അതായത് നമുക്ക് ഇഫ് യു ആർ സീയിങ് എ മെറ്റീരിയൽ ഇൻ ഡെൻസർ മീഡിയം ആൻഡ് യു ആർ ഇൻ റെയറർ മീഡിയം അല്ലേ. അപ്പോൾ ആ സർഫസിൽ ഒരു നോർമൽ വരച്ചോ. അപ്പോൾ അവിടെ നിന്ന് ഡെൻസർ ടു റെയറർ ആകുമ്പോൾ എന്താ എവേ ഫ്രം ദ നോർമൽ ചെരിഞ്ഞു അല്ലേ. ഈ വന്ന മീഡിയത്തിലെ അല്ലെങ്കിൽ എയർ എന്ന മീഡിയം അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന മീഡിയത്തിന് N1 എന്നും N2 മീഡിയമാണ് കോയിൻ ഇരിക്കുന്ന സ്ഥലം. ആൻഡ് N2 ഈസ് ഗ്രേറ്റർ ദാൻ N1 ബിക്കോസ് N2 അതായത് വെള്ളമോ അല്ലെങ്കിൽ ആ ലിക്വിഡ് ഡെൻസർ ദാൻ ദ വേ ഓർ ഫ്രം വെയർ യു ആർ സീ. നിങ്ങൾ ഇവിടെ നിന്നാണ് കാണുന്നത് കേട്ടോ. ഈ റിഫ്രാക്റ്റഡ് ആയ റേസാണ് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നുള്ള വിഷനിൽ കണ്ണിനെന്താ തോന്നുന്നത്? അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെയാണ് അല്ലേ ഒരു പോയിന്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കോയിൻ കാണുക അവിടെയാണ്. മനസ്സിലായോ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന്? മനസ്സിലായോ? റിഫ്രാക്റ്റഡ് ആയ റേ നിങ്ങളുടെ കണ്ണിലെത്തുമ്പോൾ നിങ്ങളതിനെ ബാക്കിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേ. അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യണം അല്ലേ. 2 റിഫ്ലക്റ്റഡ് റേസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേസ് ബീറ്റ് ചെയ്തെടുത്തോണ്ട് നമുക്ക് ഇമേജ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്ന ഈ ഡിസ്റ്റൻസ് D' എന്ന് പറയുന്നത് അതിനെയാണ് അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. എന്നാൽ ശരിക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആവണ്ട? റൈറ്റ്. റിയൽ ഡെപ്ത്, അപ്പാരൻറ്റ് ഡെപ്ത് ഓൾവേസ് ഫ്രം when the material or the light source is in the denser medium and you are in rarer medium. Clear? ഇത്രയും ലോജിക്കൽ മനസ്സിലായില്ലെങ്കിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. റൈറ്റ്. റിയൽ ഡെപ്തിന് D എന്നും D' നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ വേറെ യൂസ് ചെയ്യാമെന്നുണ്ട്. റൈറ്റ്. ഞാൻ D എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാലോ N2/N1 ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ N2 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫിഗറിൽ നോക്കിയാൽ ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് അല്ലേ. ലൈറ്റ് കമ്മിങ് ഫ്രം റൈറ്റ് ഓർ ഫ്രം വെയർ ദ ലൈറ്റ് കംസ് റൈറ്റ്. അതാണ് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. N1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എവിടേക്കാണ് ലൈറ്റ് പോകുന്നത് അല്ലേ. അതാണ് ലൈറ്റ് ഗോസ് ടു. അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ. എന്നല്ലെങ്കിൽ നമുക്ക് കാണാപ്പടം പിടിക്കാൻ പറ്റുമോ? ഇതാണ് ഇക്വേഷൻ റൈറ്റ്. N2/N1 is equal to D/D'. റൈറ്റ്. N2/N1 is equal to D/D'. D എന്ന് പറയുന്നത് എന്താടോ? റിയൽ ഡെപ്ത് അല്ലേ ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ആലോചിക്കുക. അതായത് ഡെൻസർ മീഡിയം ബൈ റെയറർ മീഡിയത്തിൻ്റെ റേഷ്യോ ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. അല്ലെങ്കിൽ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എവിടെ നിന്നാണോ ലൈറ്റ് പോകുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. ഇതെന്തിനാണ് ഞാനിങ്ങനെ ഷോർട്ട് ട്രിക്കൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് പിന്നെ പ്രോബ്ലം ചെയ്യും ഇവിടെ മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് അറിയാണ്ടാവില്ല ഇത് എവിടെ N1 എന്തുട്ട് N2 എന്താണെന്ന്. എപ്പോഴും N2 എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ അങ്ങനെ ആലോചിച്ചാലും മതി. പല വഴികളുണ്ട്. നിങ്ങൾക്ക് ട്രിക്കുകൾ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഡിറൈവ് ചെയ്യണ്ടേ? ഇത് N2/N1 is equal to D/D' എന്ന്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു സർഫസ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് താഴേക്ക് വരയ്ക്കണം. മുകളിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ സർഫസ്. നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ആക്ച്വൽ ഒബ്ജക്റ്റാണ് അതിൽ നിന്നൊരു ഇൻസിഡൻറ്റ് റേ സ്ട്രേറ്റ് അവേ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഒബ്ജക്റ്റ് ഇങ്ങനെ ആക്കാം. ആ ഇൻസിഡൻറ്റ് റേ മുകളിലേക്ക് പോയി സ്ട്രേറ്റ് പോവും അല്ലേ. എന്നാൽ ഇത് വേറെ റേ ആണ്. ഇറ്റ് ഗോസ് റിഫ്രാക്റ്റഡ് ഡെൻസർ ടു റെയറർ മൂവ്സ് എവേ ഫ്രം ദ നോർമൽ റൈറ്റ് അല്ലേ. അപ്പോൾ ഇത് ഇൻസിഡൻസ് ആണ് ആ സർഫസിൻ്റെ കേസിൽ അല്ലേ. ഈ ഇൻസിഡൻ്റ് ആംഗിൾ ഇവിടെ നിന്നല്ലേ വരുന്നത്. അപ്പോൾ അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി ഏത് സർഫസിന് കേട്ടോ. ക്ലിയറായ അല്ലേ. ആ ബെൻഡ് ചെയ്ത് പോയ ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമായി. സന്തോഷമായ. ഇനി ഈ ആംഗിൾ I ആണെങ്കിൽ ഈ ആംഗിളും I ആയിരിക്കും അല്ലേ. പാരലൽമാരില്ലേ, നോർമലിൻ്റെ പാരലൽമാരിയല്ലേ ആ ലൈന് അല്ലേ. ഫസ്റ്റ് ഇൻസിഡൻറ്റ് റൈറ്റ്. ഇനി വേറെ വല്ലതും നമുക്ക് ചെയ്യാനുണ്ടോ? ഇനി നമുക്ക് കാണുന്നത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ. നമുക്ക് ഇവിടെയാണ് അപ്പാരൻറ്റ് അല്ലേ. ഇവിടെയാണ് നമുക്ക് ശരിക്കുള്ള കോയിൻ കാണാം. ശരിക്കുള്ള വലിപ്പം വരയ്ക്കണം കേട്ടോ. ക്ലിയറായ. അപ്പോൾ ഈ ആറും സെയിം ആണ്. എന്തുകൊണ്ടാണ്? രണ്ടും പാരലൽ റൈറ്റ്. ക്ലിയർ. സോ ദ R and R ആസ് ഈക്വൽ. ഇനി ഇത്രയും പറയാനില്ലല്ലോ. ഇനി ഈ D' എന്ന് പറയുന്നത് അപ്പാരൻറ്റ് ഡെപ്ത്. ഇത് നമ്മുടെ ആക്ച്വൽ ഡെപ്ത് D. ക്ലിയറായ. ഇത് N1 ആവട്ടെ, ഇത് N2 ആവട്ടെ റൈറ്റ്. N2ൻ്റെ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ N1. ഇത് മനസ്സിലുണ്ടല്ലോ. ഈ ഡിസ്റ്റൻസ് ഞാൻ X എന്ന് കാണിക്കാൻ പോവാം. വെറുതെ എടുക്കട്ടെ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇൻസിഡൻറ്റ് റേസ്
ആയിട്ട് അത് എക്സ് ആയിട്ട് കിടക്കട്ടെ. ഇനി നമ്മുടെ പടത്തിൽ വരയ്ക്കാനുള്ള എല്ലാ കുന്ത്രാണ്ടങ്ങളും കഴിഞ്ഞു കേട്ടല്ലോ. ഇനി നമ്മളെന്താ ഈ പടം നോക്കിയിട്ട് സ്നെൽസ് ലോ എന്നവിടെ നല്ല ഭംഗിയിൽ അങ്ങോട്ട് എഴുതിയിടുക അല്ലേ. പിന്നെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്നെൽസ് ലോ വരുന്ന എന്താ N2 എഴുതാണെങ്കിൽ അതിൻ്റെ അവിടെ വരുന്ന ആംഗിൾ എന്താടോ സൈൻ I അല്ല. ആ സർഫസിനെ വെച്ച് നോക്കണം അല്ലേ. ഈസ് ഈക്വൽ ടു N1 വരുന്ന ആംഗിൾ എന്താ 6, അപ്പോൾ N1 സൈൻ R അല്ലേ. നമ്മൾ വളരെ ക്ലോസ് ആണ് കേട്ടോ ഏത് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഈ റേയിലെ റേ 1ഉം 2 നമ്മളുടെ ഫസ്റ്റ് റേ 2ഉം അത് രണ്ടും ശരിക്കും പറഞ്ഞാൽ പാരലായിട്ടാണ് തോന്നുക. അതായത് ഏത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റേയും ഇല്ലേ നമ്മൾ അടുത്ത് നിൽക്കണ കാരണം ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആംഗിളൊക്കെ കാണിക്കുന്നത്. നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ രണ്ട് റേയും നമുക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് പാരലായിട്ട് വരുന്ന മാതിരി തോന്നുക ഈ രണ്ട് റേ. ക്ലിയർ ആവണ്ട റൈറ്റ്. സോ ഐ ആം ടെല്ലിങ് യു അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ശരിക്കും വളരെ വളരെ ചെറുതാണ്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെണ്ടക്കനായിട്ട് വരയ്ക്കണത്. ഇതൊക്കെ വളരെ ചെറുതായിരിക്കും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് സ്മോൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആംഗിൾ I ഈ സൈൻ ഐനെ ഇവിടെ മുകളിൽ കിടക്കണില്ലേ ഈ ആംഗിൾ I വിൽ ബി ഈക്വൽ ടു സൈൻ I എന്ന് എഴുതാം ടാൻ I എന്ന് എഴുതാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും സെയിം ആയിരിക്കും. സോ സൈൻ I എന്ന് എഴുതാം ടാൻ I എന്ന് എഴുതാം എല്ലാം ഈക്വലാണ് Iന്. അതേമാതിരി ആറിന് എനിക്ക് സൈൻ R എന്ന് എഴുതാം ടാൻ R എന്ന് എഴുതാം എന്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ള എഴുതാം. ബിക്കോസ് I and R are so small that their sin and tan values will be so small and they will be quite close. ക്ലിയർ ആവണ്ട. ഇനി അപ്പോൾ ഞാൻ മുകളിലത്തേൽ സൈൻ ഐന് പകരം ടാൻ I എഴുതാൻ പോണ്, സൈൻ ആറിന് പകരം ടാൻ R എഴുതാൻ പോകണം കേട്ടാ. ഇനി ആ ട്രയാങ്കിൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടാ. ട്രയാങ്കിൾ പേരൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആറുള്ള ട്രയാങ്കിൾ അങ്ങോട്ട് നോക്കുക. അവിടെ ടാൻ R എങ്ങനെ വരിക എക്സ് ഡിവൈഡഡ് ബൈ ഡി ഡാഷ് ആയിരിക്കും. അതേമാതിരി ടാൻ I വരുമ്പോൾ എന്താ വരിക എക്സ് ഡിവൈഡഡ് ബൈ ഡി ആയിരിക്കും. നിങ്ങൾ എപ്പോഴും പോസ് ചെയ്യുക വീഡിയോ. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ ടാൻ I എന്ന് പറഞ്ഞത് എന്തായിരിക്കും നോക്കിയേ പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് നിങ്ങൾ തന്നെ എഴുതുക ഏതായിരിക്കും ടാൻ I ഏതാണ് ടാൻ R എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയേ. എക്സ് ബൈ ഡി ആയിരിക്കും ടാൻ I. നോക്കിയ ട്രയാങ്കിൾ I എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബേസ് DI അല്ലേ. സോ N2 is equal to XD. N1 ടാൻ ആറിൻ്റെ കൂടെ അതേമാതിരി നോക്കിയേ ട്രയാങ്കിൾ വേറെ റൈറ്റ്. ഓക്കെ ഈ ട്രയാങ്കിൾ മാറിയിട്ട് എന്താ ഈ ട്രയാങ്കിളായി അല്ലേ. അപ്പോൾ എന്തായിരിക്കും ടാൻ അല്ലെങ്കിൽ എക്സ് ബൈ ഡി ആയിരിക്കും ടാൻ R അല്ലേ. ഇതിൽ നിന്ന് എക്സ് ക്യാൻസൽ ചെയ്ത് കളയാലോ. നമ്മൾ ഉത്തരം എത്തിയിട്ടാ. എക്സ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്തായി N2 ബൈ N1 ഇസ് ഈക്വൽ ടു D ബൈ ഡി ഡാഷ്. അതായത് റേഷ്യോ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ heavier medium or denser medium to rarer medium is equal to real depth by apparent depth. എനിക്ക് ഇങ്ങനെയും എഴുതാം is equal to D by D dash. ക്ലിയർ ആയ റൈറ്റ്. എളുപ്പമല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. കോൺസെപ്റ്റിന് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രോബ്ലം ചെയ്താലോ. എനിക്ക് തോന്നുന്നു പ്രോബ്ലം ചെയ്യായിരിക്കും നല്ലതെന്നാണ്. അപ്പോൾ എപ്പോഴും ഓർക്കണം എങ്ങനെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഏതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോകണത് എവിടെ നിന്നാണ് പോകണമെന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആദ്യം റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ചെറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എങ്ങനെയാണ് D ബൈ ഡി ഡാഷ് ദാറ്റ് ഇസ് റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത്ര എഴുതിയാൽ മതി. ഇത് ഇക്വേഷൻ്റെ കേസ് മാത്രം കേട്ടോ. പക്ഷേ ലോജിക്ക് മനസ്സിലാക്കണ്ടായി. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര രാമായണം മുഴുവൻ പറയണത്. അഗെയിൻ ദിസ് ഡെറിവേഷൻ ഈസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇത് നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ അങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് 2-3 മാർക്കിന്. 2 മാർക്കിനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സമജ്മയായ ക്ലിയർ. പ്രോബ്ലംസ് വരാറുണ്ട് കേട്ടോ. പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ. ഓപ്റ്റിക്സ് വളരെ ഈസിയാണ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ ക്വസ്റ്റ്യൻ. Now there is a beaker which is filled with water to a height of 25 centimeter. Height of 25 centimeter, the beaker is filled with water. The apparent depth of the coin lying at the bottom of the beaker is measured by a microscope and it is 18.8 centimeter. The apparent depth of the coin is 18.8 centimeter. That means this is our water, right? The actual depth is 25 centimeter, right? So the coin will be here, right? And you have seen the coin at here, that is 18.8 centimeter, right? The water is replaced by another refractive index, right? The water is replaced with another liquid which is having a refractive index of 1.68 up to the same height, that is 25 centimeter. Find the distance that a microscope would be moved to focus the coin again. That is
അതായത് നിങ്ങളോട് പുഷ്പമായിട്ടൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം റിയൽ ഡെപ്ത് 25. എങ്ങനെയാണെന്ന് മനസ്സിലായാലും റിയൽ ഡെപ്ത് കോയിൻ അല്ല വെയിറ്റ്, കാരണം അത് എപ്പോഴും ബോട്ടണിലായിരിക്കുള്ളൂ. അതാണ് റിയൽ ഡെപ്ത് 25 സെൻറ്റിമീറ്റർ. വെള്ളമായിരുന്നു. അപ്പോൾ അപ്പാരൻ ഡെപ്ത് മൈക്രോസ്കോപ്പ് കാണുന്നതാണ് അപ്പാരൻ ഡെപ്ത് അല്ലേ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു വേറെ ലിക്വിഡ് 1.68 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള വേറെ ലിക്വിഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ ഈ അപ്പാരൻ ഡെപ്തിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതല്ലേ അത് നിങ്ങളോട് ചോദിക്കണം മൈക്രോസ്കോപ്പ് എന്ത് കണ്ടു എന്ന്. പുതിയ അപ്പാരൻ ഡെപ്ത് എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ ആവുണ്ട് ഹൗ മച്ച് ഇറ്റ് ഹാസ് ബീൻ ഡീവിയേറ്റഡ്. ക്ലിയർ റൈറ്റ്? കിട്ടിയ റൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാൽ റിയൽ ഡെപ്ത് അപ്പാരൻ ഡെപ്ത് മാറിയിട്ട് 18 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു? 0.8 സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രത്തോളം 0.8 സെൻറ്റിമീറ്റർ ആയിരിക്കണം നമ്മുടെ മൈക്രോസ്കോപ്പ് ചലിച്ചിട്ടുണ്ടാവേണ്ടത് അല്ലേ. ഇനി നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ ഡെപ്ത് അല്ലേ. ഈ എൻ എന്താണ് അർത്ഥം? റേഷ്യോ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. ഇവിടെ ഡെൻസർ ഫസ്റ്റ് കേസിൽ ആദ്യം ലിക്വിഡ് എന്തായിരുന്നു? വാട്ടർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഏതിനെ വെച്ചിട്ടാണ് ഞാൻ പറയേണ്ടത്? N2 പകരം എന്താ? ആ N2 പകരം നമുക്ക് എന്ത് ചെയ്യണം? വാട്ടർ എന്ന് എഴുതണം അല്ലേ. വാട്ടറിൽ നിന്നാണ് ഞാൻ എയറിലേക്ക് ലൈറ്റ് പോകുന്നത്. അപ്പോൾ എയറിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ NW വിത്ത് റെസ്പെക്ട് ടു എ എന്ന് എഴുതണം അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് എഴുതണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതും NW/NA = റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ. ഇത് ഫസ്റ്റ് കേസ് കേട്ടോ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് എന്താ പറഞ്ഞാൽ ലിക്വിഡ് മാറി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ എഴുതുക? NL ഹെവിയർ വാല്യൂ ഡിവൈഡഡ് ബൈ ലോവർ വാല്യൂ. ഇവിടെ സെയിം ഇങ്ങനെ തന്നെ എഴുതാം. NL with respect to A is equal to real depth by apparent depth അല്ലേ. അപ്പോൾ NL/NA എന്ന് എഴുതണം. NL/NA is equal NL എന്ന് പറയുന്ന വാല്യൂ എത്രയാണെന്നുള്ള 1.68 ആണ് പുതിയ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് 1 ആണ്. സന്തോഷം. അപ്പോൾ റിയൽ ഡെപ്ത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. അത് മാറുന്നുണ്ടോ? ഇല്ലല്ലോ, ലിക്വിഡല്ലേ മാറിയുള്ളൂ. അപ്പാരൻ ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഞാൻ കാൽക്കുലേഷൻ കാണിക്കില്ല. ഇതങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും പേപ്പറിലായിട്ട് എഴുതിയിട്ട് ദാറ്റ് ഈസ് അപ്പാരൻ ഡെപ്ത് എത്രയ്ക്ക് 25/1.68 അറൗണ്ട് 12 അല്ലെങ്കിൽ 13 അടുത്തെങ്ങാനും വരും. ക്ലിയർ? റൈറ്റ് അറൗണ്ട് കറക്റ്റ് ആൻസർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 14.9 സെൻറ്റിമീറ്റർ ഞാൻ കാൽക്കുലേറ്റർ ചെയ്തിട്ടില്ല കേട്ടോ. ബിക്കോസ് അഗെയിൻ പ്രോപ്പറായിട്ടുള്ള വാല്യൂസ് അല്ല. ആദ്യത്തെ അപ്പാരൻ ഡെപ്ത് അപ്പോൾ എത്രയായിരുന്നു? 18.8 ആണ്. ഇപ്പോൾ എത്രയായി അപ്പാരൻ ഡെപ്ത്? 14.9. ഇവർ തമ്മിലുള്ള വ്യത്യാസമല്ലേ. ആ വ്യത്യാസം ആരെ കണ്ടത് ശരിക്കും? മൈക്രോസ്കോപ്പാണ് അല്ലേ. മൈക്രോസ്കോപ്പ് ചേഞ്ച് ചെയ്തപ്പോൾ അത് ഡീവിയേറ്റ് ചെയ്തു അല്ലേ. മൈക്രോസ്കോപ്പിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അല്ലേ ലിക്വിഡ് ചേഞ്ച് ചെയ്തപ്പോൾ അപ്പാരന്റ് ഡെപ്ത് വന്നു, ചേഞ്ച് വന്നു. ആ ചേഞ്ച് ആരെ പിടിക്കുന്നത്? ആ ചേഞ്ചിനനുസരിച്ചാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് നീങ്ങുക. ആദ്യം 18.8 അത് കണ്ടു, പിന്നെ അതെന്ത് മാറ്റി അല്ലേ, ഇങ്ങനെ നീങ്ങി 14.9 കിട്ടണമെങ്കിൽ അതൊന്ന് താഴ്ത്തിയിട്ടുണ്ടാവണം അല്ലേ. ആ ഡീവിയേഷൻ കിട്ടിയെന്ന് വിചാരിക്കണം. മനസ്സിലായല്ലോ? റൈറ്റ്, നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഹെഡിങ് റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് സ്ലാബാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ തിയറി മാത്രമേ പറയണുള്ളൂ. പക്ഷേ ഞാനൊരു ഇക്വേഷൻ പറയുന്നുണ്ട്, ബിക്കോസ് ദിസ് ഇസ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് നീറ്റ്. ആ ഇക്വേഷൻ കാണാപ്പാടം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ക്ലിയർ? അപ്പോൾ 2-3 മീഡിയത്തിന് മാതിരിയാണ് അല്ലേ. ആദ്യം എയറിലാണ്, പിന്നെ ഒരു ഗ്ലാസ് സ്ലാബ് വരും അല്ലേ. അപ്പോൾ ഇൻസിഡൻ്റായി എന്താണ് റെയറർ ടു ഡെൻസർ മീഡിയം എവേ ഫ്രം ദ നോർമൽ അല്ലേ. അപ്പോൾ പോകേണ്ട വഴിയിൽ നിന്ന് ഇത്തിരി ചരിഞ്ഞു എത്തി അല്ലേ. അവിടെ എത്തിയപ്പോൾ എന്തായി, ആ വേറെ മീഡിയം അല്ലേ. സോ ഡെൻസർ ടു റെയറർ മീഡിയം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ. ഇത്രയൊന്നും കുഴപ്പമില്ലല്ലോ, ഞാൻ പറയണൊക്കെ വേഗം മനസ്സിലാവുണ്ടല്ലോ. ഡെൻസർ ടു റെയറർ മീഡിയം പോകുമ്പോൾ എന്താ എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഇങ്ങനെ പോവും പുറത്തേക്ക്. ക്ലിയർ ആയ? ഏതാണ്ട് ഇതേമാതിരി 2 സർഫസ് അല്ലേ. ഇത് ഇമർജൻ്റ് ആംഗിളാണെന്ന് വെച്ചോ. സമജ്മയായ? ഓക്കെ, സിമ്പിളല്ലോടോ. അപ്പോൾ ഗ്ലാസ് സ്ലാബിൽ ഇങ്ങനെയാണ് സംഭവം നടക്കണം. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ, ഇതേമാതിരത്തെ ഒരു ഫോർമുല വരെ ഞാൻ ചെയ്തിരുന്നു 2 സർഫസ് വെച്ചിട്ട്. എന്നിട്ട് നാം വി ഫൗണ്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു വാട്ട്, ആംഗിൾ ഓഫ് ഇമർജൻസി. ഇത് ഇവിടെ ആവശ്യം വരും. ഞാൻ രണ്ടാമത് അത് ഐ എം നോട്ട് ഗോയിങ് ടു വാട്ട് ഫൈൻഡ് ഇറ്റ് അഗെയിൻ. ക്ലിയർ? അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുക്കാൻ പോവാം. നോക്കിയേ, നമ്മുടെ നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ നേരെ പോയിരുന്നുവെങ്കിൽ ഐ ഷോഡ് ദ ഹൗ ഇറ്റ് വിൽ ബി പാസിങ് റൈറ്റ്. നേരെ പോകുമായിരുന്നു. നോക്കിയേ, പച്ച ലൈനിൽ വരച്ചിരിക്കണം കണ്ട, നേരെ ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയാണോ പോയത്? അല്ല. പക്ഷെ അതേ പോകേണ്ട വഴീന് പാരലായിട്ട് തന്നെ പോയിട്ടുണ്ട്, പക്ഷെ ആ എക്സാക്റ്റ് ആ പാത്തിലല്ല. റൈറ്റ്, ദാറ്റ് ഡീവിയേഷൻ അല്ല, ഇത്രയും പാത്ത് ഡിഫറൻസ്, ഇതിനെയാണ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയാം. ക്ലിയർ? ഇതിനെയാണ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയും. ക്ലിയർ? റൈറ്റ്. അപ്പോൾ എപ്പോഴും ഒരു ഗ്ലാസ് സ്ലാബിൽ കൂടുതൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ചരിവാണ് തോന്നുക
അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മുഖത്തേക്ക് വരിക. അതായത് ഇൻസിഡൻറ്റ് റേന് പാരലായിട്ട് തന്നെയായിരിക്കും ഇമർജൻറ്റ് റേയും വരിക, ബട്ട് വിൽ ബി ലാറ്ററലി ഷിഫ്റ്റഡ്. ക്ലിയർ? റൈറ്റ്. ഇത്രയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. നമുക്ക് നീറ്റിന് ആവശ്യം ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഒരു ഇക്വേഷനാണ്. ഈ സ്ലാബിൻ്റെ തിക്നെസ് T ആണെങ്കിൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ, ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ S is equal to T sin I minus R cos R. ഇതൊരു ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ചോദിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇക്വേഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമുള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ നേരത്തെ ഒരു അപ്പാരൻറ്റ് ഷിഫ്റ്റിൻ്റെ കാര്യം എടുത്ത് ഓർമ്മ ഉണ്ടാകും. അതായത് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഡെൻസർ മീഡിയം ആൻഡ് വി ആർ ഇൻ ദ റെയറർ മീഡിയം, ആ കേസസിൽ വരുമ്പോൾ ഒരു ചെറിയൊരു കേസും കൂടി പറയാനുണ്ടായിരുന്നു. അതായത് ഇതായിരുന്നു നമ്മുടെ മീഡിയം. അതേ ഫിഗർ തന്നെ ഞാൻ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡെൻസർ മീഡിയം ആണെങ്കിൽ അതിൻ്റെ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ടുള്ള N2 ഉണ്ടാവും, മുകളിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ റേ ഓഫ് ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം ടുവേർഡ്സ് യുവർ ഐസ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്ത ഒരു ലൈറ്റ് റേ, ഇവിടെയാണ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ട്രേറ്റ് ഒരു ലൈറ്റ് റേ പാസ് ചെയ്തു, ഇൻസിഡൻറ്റ് റേ സ്ട്രേറ്റ് ആയതുകൊണ്ട് അല്ലേ, അത് അങ്ങനെ തന്നെ പാസ് ചെയ്യും. വേറൊരു റേ നമ്മളെടുത്തു, ഇറ്റ് പാസസ് ഹിയർ, നോർമലിനാവുമ്പോൾ അത് ഡീവിയേഷനായിട്ട് ഇങ്ങനെ പോകും. ഇതല്ല നമ്മളെടുത്തത്, ഇതാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. നമ്മൾ ആ എക്സ്റ്റെൻഡ് ഇതിനെ ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യും, അതാണ് നമ്മുടെ അപ്പാരൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ്, നമുക്ക് അവിടെ ആയിട്ടാണ് തോന്നുക. ക്ലിയർ ആവുണ്ട്? അത് നമുക്ക് O' എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാരൻ്റ് ഡെപ്ത് എന്ന് എടുത്തത് ഓർമ്മയുണ്ട്. ഇത് നമ്മുടെ റിയൽ ഡെപ്ത്. ശരിക്കും റിയൽ ഡെപ്ത് തിക്നെസ് എന്നൊക്കെ ആലോചിക്കാവുന്നതുള്ളൂ ഈ സ്ലാബിൻ്റെ അല്ലേ. അപ്പോൾ നമുക്കൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് പൊസിഷനിൽ അല്ലേ, ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ നിന്ന് ശരിക്കുള്ള ഇമേജിൻ്റെ പൊസിഷനിലേക്ക്. ഇതൊക്കെ നമ്മുടെ വാല്യൂസൊക്കെ ഓർത്ത് സെയിം ഫിഗർ ഞാൻ രണ്ടാമത് വരയ്ക്കണമെന്നുള്ളൂ. സോ യു സീ എ സ്മോൾ ഷിഫ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ആക്ച്വൽ ഒബ്ജക്റ്റ് ടു ദ ഇമേജ്, റൈറ്റ്. ആൻഡ് ദാറ്റ് ഷിഫ്റ്റ് ഈസ് ഓൾസോ കോൾഡ് നോർമൽ ഇമേജ് ഷിഫ്റ്റ് എന്നാണ് പറയാൻ കേട്ടോ. അതിന് ആ ഇമേജ് ഷിഫ്റ്റിന് ഈസ് ഹാവിങ് ആൻ ഇക്വേഷൻ വിച്ച് യു ഹാവ് ടു ബൈ ഹാർട്ട് ഫോർ ഓൺലി ഇൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് യുവർ എൻട്രൻസ് പ്രിപ്പറേഷൻ കേട്ടോ. ഈ ഷിഫ്റ്റിന് നമുക്ക് S എന്ന് തന്നെ നമുക്ക് പറയാം. ലാറ്ററൽ ഷിഫ്റ്റിനും S തന്നെയാണ് പറയുന്നത്, ഈ ഷിഫ്റ്റിനും നമുക്ക് S എന്ന് തന്നെ പറയാം. because you understand the logic of it, right? If you want, you can write it as S dash whatever, right? അപ്പോൾ ഈ ON ഡാഷ് അല്ലെങ്കിൽ OO ഡാഷ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ നോർമൽ ഷിഫ്റ്റ് എന്നാണ് അതിൻ്റെ വേറെ പേര് കേട്ടല്ലോ. ഇറ്റ് ഇസ് ആക്ച്വൽ കോൾഡ് ഇമേജ് ഷിഫ്റ്റ് ഓർ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് നോർമൽ ഷിഫ്റ്റ് ബിക്കോസ് നോർമൽ ലൈനിലാണ് അത് ആ ഷിഫ്റ്റ് സംഭവിച്ചത്. ക്ലിയർ? ആ നോർമൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇറ്റ് ഈസ് S is equal to T into 1 minus 1 by n. സോറി, T into 1 minus 1 by n, റൈറ്റ്. എനിക്ക് ഓർമ്മ വന്നതാണ്, അതുകൊണ്ട് എഴുതി കേട്ടാ. വൈൽ ഐ എം ടെല്ലിങ് ഐ വിൽ ബി ലാഗിങ്, അല്ല എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പെൻ ത്രെഡായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ NS എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുക. S ഈക്വൽ ടു, ഇവിടെ തിക്നെസ് ഞാൻ പറഞ്ഞല്ലോ D ആയിട്ടാണ് വരിക അല്ലേ, അതല്ല ഗ്ലാസ് സ്ലാബിൻ്റെ അല്ലെങ്കിൽ ആ മീഡിയത്തിൻ്റെ തിക്നെസ് D ഇൻറ്റു 1 മൈനസ്, അപ്പോൾ ഒരേമാതിരി വേറൊരു ഇക്വേഷൻ ആയിരിക്കും പറയാം. 1 എന്ന് പറയുമ്പോൾ അത് എയർ ആവണം അല്ലേ, എയർ കേസ് അല്ലാണ്ട് വേറെ മീഡിയം ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എയറിൻ്റെ കേസിലാണ് കേട്ടോ അങ്ങനെ എഴുതുന്നത്, റൈറ്റ്. എയറിൻ്റെ കേസ് അല്ലാണ്ട് ഇഫ് യു ആർ ഗിവൺ മീഡിയം ഡിഫറെൻറ്റ്, നമ്മൾ വേറെ മീഡിയത്തിലാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതണമെന്ന് മാത്രം. D ഇൻറ്റു 1 മൈനസ് n ഓഫ് ദ സറൗണ്ടിങ് മീഡിയം ഫ്രം വെയർ യു ആർ വാച്ചിങ് ഡിവൈഡഡ് ബൈ n ഓഫ് ദ മീഡിയം വെയർ ദ ഒബ്ജക്റ്റ് ഇസ് കെപ്റ്റ്. അല്ലെങ്കിൽ എന്തിനാണോ കാണുന്നത് അത് ഏതോ മീഡിയത്തിലാണുള്ളത് അത് ഡിനോമിനേറ്ററിൽ വരണം, ഏത് മീഡിയത്തിലാണ് ഞാൻ കാണുന്നത് അത് ന്യൂമറേറ്ററിൽ വരണം, റൈറ്റ്. ക്ലിയർ? സോറി, ക്ലിയർ ആവുന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, റൈറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇൻ പ്ലേസ് ഓഫ് സംടൈംസ് ഈ ചില ബുക്കിൽ അതിന് T എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക കേട്ടോ, ഡീന് പകരം. സോ ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇതൊരു ഒരൊറ്റ ഷീറ്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഗ്ലാസ് ലാബ് അല്ലേ, മൾട്ടിപ്പിൾ ഗ്ലാസ് ലാബ് വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് ഇത്ര സെൻറ്റിമീറ്ററിൽ ദൂരെയൊക്കെയാണ് ഫസ്റ്റ് ലാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ വതാളത്തിലാവില്ലേ. ഹൗ വുഡ് യു ഡു ഇറ്റ്? അത് സിമ്പിളായിട്ടുള്ള പ്രാക്ടിക്കലാണ്. ഇൻഡിവിജ്വൽ ഷിഫ്റ്റ്സ് എടുക്കുക, ഓരോന്നിൽ വന്നിട്ടുള്ള ഷിഫ്റ്റ്സ്
റൈറ്റ്. ഓരോ ഗ്ലാസ് സ്ലാബ്സിനും ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കാം അല്ലേ. ഒരെണ്ണത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആയിരിക്കാം, ഒരെണ്ണത്തിൻ്റെ N2 ആയിരിക്കും, ഒരെണ്ണത്തിന് N3 ആയിരിക്കും. ഇങ്ങനെ 3 ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 സ്ലാബ്സും അടുത്തടുത്ത് വെച്ചിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ ഗ്യാപ്പും ഉണ്ടാവാം അല്ലേ. അങ്ങനെയും ഉണ്ടായിക്കൂടെ. അപ്പോൾ ഗ്യാപ്പുകളും അപ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റിൻ്റെയും ഷിഫ്റ്റുകൾ എടുക്കണം. ഫസ്റ്റിൻ്റെ ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും? S=T×1 - ഇവിടെ എയർ അല്ലേ വരുന്നത്, എയറാന്ന് വിചാരിക്കാം അല്ലേ. എയറിൻ്റെ 1 - എവിടെ നിന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ, എയറിൽ നിന്നല്ലേ. 1 - എയർ ഡിവൈഡഡ് ബൈ ഏതാണ് എൻ്റെ മീഡിയം, അതിൻ്റെ N1 അല്ലേ. അതേമാതിരി അത് പ്ലസ് നെക്സ്റ്റ് മീഡിയത്തിന് എന്തായിരിക്കും D2 1 - N2, D3 1 - 1/N3. ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി ഓരോന്നിൻ്റെ ഷിഫ്റ്റും. അതായത് നെറ്റ് ഷിഫ്റ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ ഷിഫ്റ്റ്. ഓരോ സ്ലാബിൻ്റെ ഷിഫ്റ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. അവർ തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. S1 + S2 + S3 കേട്ടോ. ക്ലിയർ റൈറ്റ്. മനസ്സിലായി. ഇതെൻ്റെ S1 ആണ്, ഇതിൻ്റെ ഷിഫ്റ്റ് S2 ആണ്, ഇതിൻ്റെ ഷിഫ്റ്റ് S3 ആണ്. അപ്പോൾ ടോട്ടൽ ഷിഫ്റ്റ് വിൽ ബി S1 + S2 + S3. ഇത് അഗെയിൻ ഈസ് എ നീറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ഗൈസ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2016 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വന്നു, അപ്പോൾ ബാക്ക് ആപ്പിളത്തെ 10 സെൻറ്റിമീറ്റർ എന്തുകൊണ്ട് എടുക്കാൻ ഞാൻ അതിൻ്റെ ഇറഫ്റ്റീവ് ആണ്, അത് റിഫ്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ്.